ആരാണ് വരിക? ബൈച്ചാണായിരിക്കോ, ചേച്ചിയാണോ, അതോ മെയ്ഡ് ആരെങ്കിലും ആയിരിക്കോ? ഒന്നും അറിയില്ല. നല്ല വെതർ, ഒരു നല്ലൊരു പ്ലസന്റ് വെതറിൽ ഞങ്ങൾ നിൽക്കുകയാണ്. അവരൊക്കെ എണീറ്റ് വരുന്നതേ ഉണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓർമ്മയുണ്ടോ? എത്ര നാളായി കണ്ടിട്ട്. കേറട്ടെ? നാളെ നമ്മുടെ ബൈജു ചേട്ടന്റെ റീന ചേച്ചി ഞാൻ പ്രത്യേകം നിങ്ങൾക്ക് ആർക്കും പരിചയപ്പെടുത്തി തരേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം റീന ചേച്ചീനെ. റീന ചേച്ചി സുഖം? കല്യാണത്തിന്റെ തിരക്കുകളെല്ലാം കഴിഞ്ഞു, എല്ലാം ഇപ്പൊ എൻഗേജ്മെന്റിന്റെ മനസ്സമ്മതത്തിന്റെ തിരക്കുകളെല്ലാം കഴിഞ്ഞു, അതിന്റെ ഇതൊക്കെ ആയിട്ട് അല്ലേ? ഇരിക്കാനൊന്നും സമയമില്ല, നമ്മൾക്ക് നേരെ വീട് കണ്ടുകൊണ്ട് പോവുകയാണ്. ഇത് എത്ര വീടാ റീന ചേച്ചി കാണേണ്ടതായിട്ടുള്ളത്? അവിടെ അങ്കിള്, ഇവിടെ നിങ്ങള്, ഇത് സ്റ്റാഫിന്റെ ഉള്ളതാണോ? ഇല്ല, അത് കമ്പനിയാണ്. കമ്പനിയുടെ ഓ, അതിന്റെയാണോ ആ സംഭവം? ഓക്കെ. പിന്നെ ഇവിടെ എന്താ എപ്പോ വേണേലും ഇവിടെ ഫംഗ്ഷൻ നടത്താൻ വേണ്ടിട്ട് അത് എൻഗേജ്മെന്റിന്റെ റിമൂവ് ചെയ്യാതെ വെച്ചിരിക്കുന്നതാണോ? ഓ, അതുകൊണ്ടാണ് അത് അങ്ങനെ ഇരിക്കണേ. ഓക്കെ. അപ്പോ ഇതൊക്കെയാണ് ഇവിടെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഐറ്റംസ് ഒക്കെ റീന ചേച്ചിയുടെ വകയാണോ? കംപ്ലീറ്റ് ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ്. ആണോ? ടിപ്പിക്കൽ ഒരു ക്രിസ്ത്യൻ ഫാമിലി ആണ്. നമ്മൾക്ക് ലിവിംഗ് റൂമിലേക്ക് കേറുമ്പോ തന്നെ മനസ്സിലാവും, അതുപോലെയാണ് ഇത് സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. സി, ഇത് കണ്ടോ? ഇനി നമ്മുടെ താരം ബൈജു ചേട്ടൻ എവിടെ? വിളിക്കാം. നമ്മൾ ശരിക്കും ഹോം സ്വീറ്റ് ഹോം എന്നൊക്കെ പറയുന്ന പോലെ നോക്ക്, ശരിക്കും ഒരു ടിപ്പിക്കൽ ഒരു ക്രിസ്ത്യൻ ഒരു ഒരു ഫാമിലിയിലെ പോലെ തന്നെ എല്ലാം നല്ല നീറ്റ്. ഓക്കെ, ഇവിടെ ബൈബിളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് അവരെന്നും അപ്പോൾ കുരിശ് വരയ്ക്കുന്ന സ്ഥലം നമുക്ക് മനസ്സിലായി. ഫുൾ നല്ല ഫ്രഷ് ഫ്ലവേഴ്സ് ആണ്. ഹലോ ബൈജു ചേട്ടാ, എന്ന് പറയണു. ഒരുപാട് നാളായി. ഇതെന്തത് നിങ്ങൾക്ക് പ്രായമായിന്ന് എല്ലാരും അറിയിച്ചോണ്ടിരിക്കുകയാണല്ലേ? എനിക്ക് പ്രായമായി എന്ന് പറഞ്ഞിട്ട് കല്യാണത്തിന് വരാൻ എൻഗേജ്മെന്റ് വരാൻ പറ്റാത്തത് കൊണ്ട് ഇങ്ങനെ ഒരു ഹോം ടൂർ അടിക്കാന്ന് വിചാരിച്ചു. എൻഗേജ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, നമ്മൾ വീട്ടിലേക്ക് വന്ന് നിൽക്കുന്നില്ലേ? ഈ വീട്ടില് ഇവിടെ എപ്പോഴും നിങ്ങൾ ഇങ്ങനെ ഫ്രഷ് ഫ്ലവർ ആണോ വെക്കുക? ഫ്രഷ് ഫ്ലവർ എൻഗേജ്മെന്റ് ആയിട്ട് അങ്ങനെ ആണോ? എപ്പോഴും ബൈശോടാ സൂപ്പർ കേട്ടോ, നല്ല വീട്. ഇവിടെ ഫസ്റ്റ് ടൈം ആണോ? നമ്മളെപ്പോഴും എറണാകുളത്ത് വെച്ചേ കണ്ടിട്ടുള്ളൂ. ഞാൻ ഇങ്ങോട്ട് ഫസ്റ്റ് ടൈം ആണ് പറഞ്ഞത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവിടെ അങ്കിളിന്റെ വീട്, തറവാട് വീട്. അങ്കിള് നടക്കുന്ന കണ്ടിരുന്നു, നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയായിരുന്നു, ഞാൻ അനിയനെ കണ്ടൂന്ന് ഞാൻ ഉള്ളിൽ ചെല്ലുമ്പോ പറയാത്രേന്ന്. അപ്പൊ അങ്ങനെ പറയില്ല, അവന് വിഷമോന്ന്. ഞാൻ പറഞ്ഞു ബൈച്ചേട്ടൻ നല്ലായിരിക്കണം, ബൈച്ചേട്ടൻ നോക്കിയത് അങ്കിള് നല്ല യങ്, നല്ല യൂത്ത് ആയിട്ട് ഇരിക്കണ്ടേ. മമ്മൂക്ക മധുരാജയിൽ ഇതുപോലെ ഈ വൈറ്റ് താടി വെച്ചിട്ട് മമ്മൂക്കനെ പോയിട്ട് നീ പോയിട്ട് ആദ്യം ഫുൾ ഡൈ ഒക്കെ അടിച്ചിട്ട് വരാം. കഴിഞ്ഞ ദിവസം എൻഗേജ്മെന്റിന് വന്നപ്പോഴും അല്ല അവിടെ വിളിക്കാൻ ചെന്നപ്പോഴും ഇതുപോലെ വീട്ടിൽ ചെന്നപ്പോ തന്നെ പറഞ്ഞു, നീ എന്താ ഇങ്ങനെ നടക്കാൻ, താടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വൈറ്റ് ആക്കി. അപ്പൊ ഞാൻ പറഞ്ഞു വിശേഷം എന്ന് പറഞ്ഞ സിനിമയുടെ അതിന്റെ അങ്ങനെ കണ്ടിന്യൂറ്റി അങ്ങനെ അങ്ങ് പോയതാണ്. ഓക്കെ, ഇനി വിശേഷത്തിന്റെ ഇത് കുറച്ച് ദിവസത്തേക്ക് അതിന്റെ ഹാങ് ഓവർ കാണും. നമുക്ക് അവിടെ കുറെ സംഭവങ്ങളൊക്കെ ഇരിക്കണ്ടല്ലോ. ഈ ട്രോഫി ഇതൊക്കെ ബൈഷന്റെ തന്നെയാണോ ഇതെല്ലാം? ഞാൻ കുറച്ച് വാടകയ്ക്ക് മേടിച്ചിട്ട് സംശയം തോന്നി. കാശ് ഒരുപാട് കയ്യിൽ ഇരിക്കുന്നുണ്ട്. ആഡംബരത്തിന് ഈ സ്പേസ് അത് ഇങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ സമയം എടുത്തത് ഫുള്ള് പ്രിന്റ് എന്തൊക്കെ പേര് പറഞ്ഞിട്ടാണ് നോക്കിക്കേ. എന്റെ മുഖം എന്റെ എന്ന് പറയുന്നല്ലേ എല്ലാത്തിലും ബൈച്ചേട്ടന്റെ എന്റെ അല്ലാത്തൊരു ഇത് വെച്ചിട്ടുള്ളത് ഞാൻ മമ്മൂക്കയുടെയാണ്. അതെന്തേ? എവിടെയാ മമ്മൂക്കയുടെ? എവിടെ? അതെ, ഗാനകേന്ദ്രം ഉണ്ട്, പക്ഷെ എന്റെ മമ്മന്റെ അവിടെ ഇരിക്കണം. പക്ഷെ ഇതെടുത്ത് വെച്ചു മമ്മൂക്കയുടെ. ഇതൊക്കെ എൻഗേജ്മെന്റിന് വേണ്ടിട്ടിട്ട് അന്നേരത്തെ പെറ്റൽസിന്റെ ആണ്, ഹോസ്പിറ്റൽ ഇതിന്റെ ഒക്കെ. ഓക്കെ, കറക്റ്റ് സൺലൈറ്റ് അടിച്ച് ഗ്ലെയർ അടുപ്പിച്ച് എന്റെ പൊന്നു മനുഷ്യ. നമുക്ക് ഇനി അടുത്തിരി നമുക്ക് വീട് കാണാൻ പെട്ടെന്ന്. ഞങ്ങൾ വീട്ടിൽ വന്നല്ലേ, നമ്മുടെ നാട്ടുകാർ മുഴുവൻ നമ്മുടെ വീട് കാണട്ടെ. ഇത്ര മനോഹരമായ വീടല്ലേ ബൈച്ചേട്ടാ? 22 അന്നേരം ബൈച്ചേട്ടന്റെ പ്ലാനിലാണ് വീട് ചെയ്തിരിക്കുന്നത്, അതോ അങ്കിളിന്റെ ഇഷ്ടത്തിന് അങ്ങ് ചെയ്യണോ ചെയ്തത്? അല്ല, എന്റെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അല്ല, അന്നേരം പറയുമ്പോ ബൈച്ചേട്ടൻ കുറച്ചും കൂടെ യങ്ങല്ലേ,
അപ്പൊ മീൻ അച്ഛന്മാരാണല്ലോ കുറച്ചും കൂടി ഇൻവോൾവ് ആവണേ ഡിസൈനിങ്ങും കാര്യങ്ങളിലെല്ലാം. ഡിസൈനിങ് പക്ഷെ എന്റെ ഒരു ഉണ്ടായിരുന്നു. ബിജു എന്ന് പറഞ്ഞ ഒരു ആർക്കിടെക്ട് ആയിരുന്നു ചെയ്തത്. ഓക്കെ, നല്ല ഏരിയ, നല്ല പ്രോപ്പർട്ടി, ഇതിനകത്ത് ആവശ്യത്തിന് നല്ല സൺലൈറ്റും എന്നാൽ ഷെയ്ഡും ഒക്കെ ആയിട്ട്. ഇത് പുറത്തേക്ക് ഇറങ്ങുന്ന ഡോറാണ് ചേച്ചി? പുറത്തേക്ക് പോവാ. ഇതോ ഈ ഏരിയയിലേക്കൊക്കെ പോവാറുണ്ടോ? പോവാറുണ്ട് പക്ഷെ കിച്ചണിൽ ഇപ്പൊ ഈ കിച്ചണില് വല്ലതും ഉണ്ടോ? ഞങ്ങൾ രാവിലെ സമയത്താണ് വീട്ടിൽ വന്ന് കേറിയത്. ഞെട്ടിപ്പിക്കൽ സൈറ്റ് കിച്ചൺ കണ്ടിട്ട് കാര്യ ഇവരിവിടെ ഒന്നും വെച്ച ലക്ഷണമില്ല. ഇവിടെ എപ്പോഴും എന്തെങ്കിലും ഒരു ഭക്ഷണം എല്ലാവർക്കും ഉണ്ടാവും. എപ്പോഴും ഈ സ്റ്റാഫും അപ്പൊ ഞങ്ങൾ ഇവിടെ തലയെണ്ണം പറയട്ടെ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവുമല്ലോ. തലയെണ്ണം ഞങ്ങൾ ഒരു 6-7-8 പേര് ഉണ്ടാവും. ഉറപ്പായിട്ടും എന്താ വെച്ചാൽ ഇവിടെ ഇപ്പൊ വർക്കും കൂടെ നടക്കുന്നുണ്ട്. പണിക്കാരൊക്കെ ഒരുപാട് ഉള്ളതുകൊണ്ട് ഫുഡൊക്കെ അമ്മ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ റീന ചേച്ചിയുടെ ലോകം എന്ന് തന്നെ പറയാം. ഇത് പുറത്ത് വേറൊരു കിച്ചൺ കൂടി ആയിരിക്കും അല്ലേ? ഇങ്ങോട്ട് വരാമോ? ഇവിടെ ഒരു ഡൈനിങ് ഏരിയ ആണ്, പ്രൈവറ്റ് ഡൈനിങ് ഏരിയ. ഇവിടെ ഇരുന്നാണോ നിങ്ങൾ എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റും നിങ്ങളുടേതായിട്ടുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ ആണ് ഇത്. ഇവിടെ ടി വി ഉണ്ട്, അപ്പൊ പിന്നെ ടി വി കണ്ടോണ്ട് കഴിക്കാമല്ലോ. ഇനി ഇവിടെ ഔട്ട്ഡോർ സ്പേസ് ഉണ്ട്. വാവ്, കൊള്ളാലോ, നല്ല നീറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട്. കൊതുകുണ്ട് ചേച്ചി ചേട്ടാ ഇവിടെ? ഈവനിങ് ശരിക്കും ഈ ഒരു സ്പേസ് ഒക്കെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ? യൂസ് ചെയ്യാൻ പറ്റും. കൊതുകില്ല അങ്ങനെ? ഇടയ്ക്ക് ഞാൻ പെറ്റ് കൺട്രോൾ മറ്റേ അവരെ വിളിച്ചിട്ട് പോകാറുണ്ട്. എൻഗേജ്മെന്റ് ആയിട്ട് ഒരു 2 ദിവസം അടുപ്പിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരാഴ്ച അത് കൂടുതൽ നീക്കത്തില്ല, വീണ്ടും പിന്നെ ചെയ്തോണ്ടിരിക്കണം. അതെ, പക്ഷെ നല്ലൊരു ഏരിയ. ദാ ഇവിടെയൊക്കെ നമുക്ക് ശരിക്കും നല്ല രസമുണ്ട്. ഈവനിങ് കോഫിയൊക്കെ കുടിച്ചിരിക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ്. ബുക്ക് വായിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. ഇവിടെ ഒരു ടേബിളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് കണ്ടോളൂ. അവിടെ ഇരുന്ന് നമുക്ക് കോഫി കുടിക്കുക. രാവിലെ ഇത്തിരി നേരത്തെ എണീക്കണം എന്നുള്ളതേ ഉള്ളൂ, അല്ലെങ്കിൽ നല്ല സൺലൈറ്റ് അടിക്കും. അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ ശരിക്കും എക്സ്പ്ലോർ ചെയ്യാം ആ ഒരു ഏരിയ ഒക്കെ. റീന ചേച്ചിയാണോ കംപ്ലീറ്റ് ക്ലീനിങ്ങിന്റെ ഒക്കെ ഒരു മേൽനോട്ടം? എല്ലാം അതെ, ചെയ്യിപ്പിക്കാൻ ഒരു രാവിലെ എണീറ്റ് വന്നപ്പോ ഇവിടെ മുറ്റടിക്കുന്നുണ്ടായിരുന്നു. ഫുൾ ചവറായിട്ട് കിടക്കുക. വേറെ 2 പേരുണ്ട്, അവരോടൊപ്പം അവിടെ അവിടെയാണ് മെയിൻ വേറൊരു കുക്കി. ഇനി ഞാൻ ഞാനുണ്ടല്ലോ നമ്മുടെ PC ജോർജ് ഇല്ലേ, അദ്ദേഹത്തിന്റെ വീട്ടില് പാലയില് പോയപ്പം അടുക്കളയോട് അടുക്കള നോക്കിയപ്പോ പുറത്ത് വേറെ കുറെ അടുക്കള. അങ്ങനെയായിരുന്നു. ഇതിപ്പോ അതുപോലെ തന്നെയാണല്ലോ. എത്ര കിച്ചണാണ് ഈ വീട്ടിലും. നോക്ക്, ഇവിടെയാണ് ഇവരുടെ പെരുമാറുന്ന സ്ഥലം. ഹലോ ചേച്ചി, എല്ലാരും കാണട്ടെ. നിങ്ങളെയൊക്കെ അല്ലേ ഇവിടുത്തെ ഇവരുടെ കൂടെയുള്ള ആൾക്കാര്. ചേച്ചിയുടെ പേരെന്താ? ആനി. ഓക്കെ, ആനി ചേച്ചി. ഇത് വേറെ കുറച്ച് ചെറിയൊരു വർക്ക് സ്പേസ് പോലെ ഒരു വർക്കിംഗ് ഏരിയ ആണ് അവിടെ. ഇവിടെയാണ് ഇന്നെന്താ ബ്രേക്ക്ഫാസ്റ്റിന് ഇവരുടെ ഉണ്ടാക്കണേ? അപ്പം, പുട്ട്, കൊറേ ഐറ്റംസ് ഉണ്ടോ? കറി, പഴം പുഴുങ്ങിയത്, മുട്ട, എഗ് റോസ്റ്റ്. നമുക്ക് കഴിച്ചിട്ട് തന്നെ പോവാ അല്ലേ? ഇവിടെ കൊറേ ഐറ്റംസ് ഇടുവാ നമുക്ക്. അപ്പൊ അങ്ങനെ ഇപ്പൊ എത്ര 2, 4, 3, 4 കിച്ചൺ തന്നെ എത്ര ബിഗ് ആന്ന് നോക്കിക്കേ.